അലൈക്കും. അള്ളാഹു നിങ്ങളുടെ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും 3 കാര്യങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, യാതൊന്നിനെയും അവനോട് പങ്കു ചേർക്കാതിരിക്കുക, നിങ്ങൾ ഭിന്നിക്കാതെ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നിവ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടതും കേട്ടതും പുലമ്പുക, കൂടുതൽ ചോദ്യം ചെയ്യുക, ധനം നഷ്ടപ്പെടുത്തുക എന്നിവ അള്ളാഹു വെറുത്തിരിക്കുന്നു. ഈ മഹത് വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റിൻഷിഫ. റിൻഷിഫ. ആ, റിൻഷിഫ എവിടുന്നാ വിളിക്കുന്നേ? അമ്പത്താമുട്ടി പോത്തുകല്ല്. ആ, റിൻഷിഫ എന്താ ചെയ്യുന്നേ? പഠിക്കാണോ വർക്ക് ചെയ്യാണോ എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? ഇനി 9th. ഇനി 9th-ക്കാണ്. ആ, ഏത് സ്കൂളിലാ? മുണ്ടേരി. ആ, ഇനി 9th-ക്കാ. ട്യൂഷൻ എന്തെങ്കിലും പോകണ്ടോ? ഇല്ല, ഇനി പോണം. അപ്പൊ വെക്കേഷനൊക്കെ ബിസി ആവൂലേ? ആ, വെക്കേഷൻ ക്ലാസ് ഉണ്ടോ? ഇല്ല, ചേർത്തിട്ടില്ല. അപ്പൊ എന്താ ഈ വെക്കേഷൻ പ്ലാൻ? എന്താ, വിരുന്ന് പോവാണോ? ആ, കുറച്ച് ദിവസം വിരുന്ന് പോണോ? ഉമ്മാന്റെ വീട്ടിക്കാ? ആ, ആ. ആരൊക്കെ ഉള്ളേ മോളെ? വീട്ടിൽ ആരൊക്കെ ഉള്ളേ? അനിയന്മാര്, ഏട്ടന്മാര് ആരൊക്കെയാ ഉള്ളേ? ഉപ്പ, ഉമ്മ, ആ. 3 അനിയത്തിയാള്. 3 അനിയത്തികള്. 3 അനിയത്തിമാര്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒരാള് 6ാം ക്ലാസ്സിക്ക്, ആ. ഒരാള് 2ാം ക്ലാസ്സിക്ക്, ആ. പിന്നെ ഒന്ന് ചെറുത് 2 വയസ്സായിട്ടുള്ളൂ. ചെറിയ കുട്ടിയാണ്. ആ. മോളെ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പൊക്കെ എങ്ങനെ പോണു? നോമ്പ് റാഹത്തായി പോണു. റാഹത്താണ്. ആ. നമ്മുടെ പരിപാടി കാണാറുണ്ടോ? ആ. ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് അല്ലേ? ക്ലാസ് ഉണ്ടായതുകൊണ്ട് വിളിക്കാൻ പറ്റലില്ല. അങ്ങനെയാ? ആ. അപ്പൊ ഞാനേ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ എന്നാ? ആ. ചോദ്യം ഇതാണ്: ഒരു സ്വർഗവാസിക്ക് എത്ര തോട്ടങ്ങൾ ലഭിക്കും? ഒന്നുകൂടി ചോദിക്കാം. ഒരു സ്വർഗവാസിക്ക് എത്ര തോട്ടങ്ങൾ ലഭിക്കും? എത്ര തോട്ടങ്ങൾ? സ്വർഗത്തിൽ നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ ലഭിക്കും പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ ഒരു സ്വർഗവാസിക്ക് എത്ര തോട്ടങ്ങൾ ലഭിക്കും? ക്ലൂ ഇല്ല, ഓപ്ഷൻസ് ഉണ്ട്. പറയട്ടെ? ഓപ്ഷൻ 2, 3, 4. 2, 3, 4. പെട്ടെന്ന് ഉത്തരം പറയോ? 3 തെറ്റാണ് മോളെ. ശരിയായ ഉത്തരം 4 എന്നാണ്. സാരല്ല, ഇനി വിളിക്കണം കേട്ടോ. അപ്പൊ ഇനി ഇതിന് ഉത്തരം മറക്കരുത്. 4. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റുസ്വത്ത്. നുസ്രത്താണോ റുസ്വത്താണോ? നുസ്രത്ത്. ആ. ഇത്ത എവിടുന്നാ വിളിക്കുന്നേ? കേട്ടില്ല. വാഴയൂര്. രാമനാട്ടുകര. വാഴയൂര് അറിയാം. ഞാൻ അവിടെ പഠിക്കുന്നത്, സാഫി കോളേജില്. അതെ അതെ. ഇത്ത നമ്മള് പരിപാടി കാണാറുണ്ടോ? ഓ, കാണാറുണ്ട്. ആണോ? ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണ്. ആദ്യമായിട്ടാണ്. വീട്ടിൽ ആരൊക്കെയുള്ളേ? വീട്ടില് ഞാന് ഭർത്താവ് മാത്രം. ആണോ? ഇക്ക എന്താ ചെയ്യുന്നേ? ഇക്ക ഫാബ്രിക്കേറ്ററാണ്.
കേട്ടില്ലത്താ? ഫാബ്രിക്കേറ്റർ ആണ്. ഫാബ്രിക്കേറ്റർ ആണ്. എന്തൊക്കെ വിശേഷങ്ങള്? എങ്ങനെ പോകുന്നു? പെരുന്നാളിനൊക്കെ ഡ്രസ് എടുത്തോ? എടുക്കണം, എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാനേ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്: മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ നബിയോട് ആവശ്യപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ്: മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉത്തരം തെറ്റിപ്പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നായിരുന്നു ശരിയായ ഉത്തരം. സാരല്ല, ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അൻസിയ. അൻസിയ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കരുവാരുകുണ്ട്. അൻസിയ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ, പഠിക്കാണോ, എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കാണ്. ഇനി 10th-ലോട്ടാണ്. ട്യൂഷനൊക്കെ പോവുണ്ടോ? ഇല്ല, ട്യൂഷനൊന്നും പോകുന്നില്ല. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പഠിക്കാം അല്ലേ? ഏത് സ്കൂളിലാ കരുവാരുകൊണ്ടുള്ള? ഹയർ സെക്കൻഡറി സ്കൂൾ. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ +1 ഏതെടുക്കാനാ താല്പര്യം? ഹ്യൂമാനിറ്റീസ് എടുക്കാനാ താല്പര്യം. ആ ഒരു മേഖലയാണ് ഇഷ്ടം. ഹ്യൂമാനിറ്റീസ് നല്ല മേഖലയാണ് അല്ലേ? സോഷ്യോളജി, ഹിസ്റ്ററി ഒക്കെ ഉള്ള നല്ല അടിപൊളിയാണ് പഠിക്കാനൊക്കെ. ഞാനതായിരുന്നു പഠിച്ചേ +1 +2 ഒക്കെ. അങ്ങനെ. അപ്പൊ നമ്മൾ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? ഈ വർഷം പങ്കെടുത്തിട്ടില്ല, അതിന് മുന്നേ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് ഉമ്മ ഉണ്ട്, അമ്മായി ഉണ്ട് കൂടെ. ഉമ്മ ഉണ്ട്, അമ്മായി ഉണ്ട്. ആരൊക്കെയാ? അനിയന്മാര്, ഏട്ടന്മാര് അങ്ങനെ ആരുമില്ല? ഒരനിയനുണ്ട്, പിന്നെ ഒരു കാക്കുണ്ട്. കാക്ക എന്താ ചെയ്യുന്ന? വർക്ക് ചെയ്യാണോ? കാക്കും പഠിക്കാണ്. എത്രയിലാ? ഡിഗ്രിയാ? ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ മോളെ ആരാ അടുത്തുള്ള? ഉത്തരവൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും അടുത്തുണ്ടോ? ഇപ്പൊ അമ്മായി ഉണ്ട്. എന്താ അമ്മായിന്റെ പേര്? അമ്മായിന്റെ പേര് സമീറ. അപ്പൊ സമീറ അമ്മായിനോടും മോളും കൂടി നല്ല ആലോചിച്ചിട്ട് ഉത്തരവൊക്കെ പറയാൻ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ഹിജ്റ വർഷം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഹിജ്റ 35, 36, 45. ഹിജ്റ 35, 36, 45. പെട്ടെന്ന് പറയണേ, ഇത് എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഹിജ്റ 35 ശരിയായ ഉത്തരാണ്.
കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആ ആ അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ടാണ്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഖുർആൻ. അതെ, നബി ചരിത്രം പറഞ്ഞു. നബി ചരിത്രം. വിശുദ്ധ ഖുർആനിൽ യഹ്യ നബി അലൈഹിസ്സലാമയെ പറ്റി എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? ആരെ കുറിച്ച്? യഹ്യ നബി അലൈഹിസ്സലാം. അതെ. ഓപ്ഷൻസ് ഉണ്ടോ ഇതിന്? ഓപ്ഷൻസ് ഉണ്ട്. 10 പ്രാവശ്യം, 4 പ്രാവശ്യം, 3 പ്രാവശ്യം, 5 പ്രാവശ്യം. 10, 3, 4, 5. അതെ. ഇപ്പൊ പറയാവേ. ആ, പെട്ടെന്ന് പറയണം. അമ്മായിയോടൊക്കെ ചോദിച്ചിട്ട് വേഗം ഉത്തരം പറ. ഓക്കെ. ചോദ്യം ഒന്നും പറയണോ? ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ യഹ്യ നബി അലൈഹിസ്സലാമയെ പറ്റി എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? ഓക്കെ. പെട്ടെന്ന് പറയോ? പറയാം. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് പറയണം. ഒരുപാട് കോള് വരുന്നതാ. ഓപ്ഷൻസ് 10, 4, 3, 5. 5 5 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻ. ലൈബ വെഡിങ്സിന് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അമ്മായിയോട് പറയേ ഉത്തരം ശരിയാന്ന്. അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയ സ്ഥലം ഏതാണ്? അതെ, ഹാബീലും ഹാബീലിനെയും കൊലപ്പെടുത്തിയ സ്ഥലം ഏതാണ്? ഇതിന് ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഇതിന് ഓപ്ഷൻസും ക്ലൂ ഒന്നുമില്ല. ഇത് 3ാമത്തെ റൗണ്ട് ആയില്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം പറയാം. എന്താണ്? കേട്ടില്ല. ശ്രീലങ്കയോ? മോളെ, അതല്ല ഉത്തരം. ശരിയായ ഉത്തരം സിറിയയിലെ ജബൽ ഖാസിയൂൺ എന്ന സ്ഥലത്താണ്. ഇനിയും വിളിക്ക. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹൈറുന്നീസ. ഹൈറുന്നീസ എവിടുന്നാ വിളിക്കുന്നേ? പന്നിക്കോട്ടുമുണ്ട. ഹൈറുന്നീസ എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫാണോ? പഠിക്കാണോ? ഹൗസ് വൈഫാണ്. എന്തൊക്കെയാ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ആരൊക്കെയാ അവിടെ ഉള്ളേ? എങ്ങനെ? ഒറ്റക്കാണോ? വേറെ ആരും ഇല്ല? ഇത്ത കല്യാണം കഴിച്ച വീട്ടിലാണോ? ആ. ഇത് നമ്മുടെ പരിപാടിക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ? പ്രൈസ് അടിച്ചതാ? ഇല്ല. അപ്പൊ ഇതിൽ പ്രൈസ് അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. ഗുഹാവാസികളുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗം ഏതാണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ, ഇതിന് ഓപ്ഷൻസ് ഇല്ല.
അപ്പൊ ഇത്ത പറഞ്ഞ ഉത്തരം തെറ്റായിരുന്നു. ശരിയായ ഉത്തരം നായ എന്നായിരുന്നു. ആ ആയിക്കോട്ടെ. ഇനിയും വിളിക്കണം. ആ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുഹ്സിന. മുഹ്സിന. അതെ. മുഹ്സിന എവിടുന്നാ വിളിക്കുന്നേ? കാരപ്പുറം. കാരപ്പുറം. മുഹ്സിന എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യാണോ, പഠിക്കുകയാണോ, ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അതെ. ഇതിനു മുന്നേ നമ്മളെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിരുന്നു. ആൻസർ എത്തിപ്പോയി. എങ്ങനെ തെറ്റിപ്പോയോ? ആൻസർ എത്തിപ്പോയി. വിളിച്ചിരുന്നു. ആ അങ്ങനെ. പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആ അതുവരെയുള്ളത് മുഴുവൻ മതി. അങ്ങനെ. ആ. പിന്നെ വീട്ടിൽ ആരൊക്കെയുള്ളേ? വീട്ടില് ഹസ്ബൻഡ് 2 മക്കള്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് നാട്ടിൽ തന്നെ. എങ്ങനെ? നാട്ടിൽ തന്നെയാണ് വർക്ക്. നാട്ടിൽ തന്നെയാണ്. മക്കളൊക്കെ പഠിക്കാണോ അതോ വലിയ കുട്ടികളാ? അല്ല, 4ാം ക്ലാസ്സിലെ മോള്. ചെറുത് നോക്കിയിട്ടില്ല. ആണോ? ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയില്ലേ, വിരുന്നൊക്കെ വിട്ടോ അവരെ? ആ മോള് വിരുന്ന് പോയിട്ടില്ല. മോള് വിരുന്ന് പോയിന്നാ? അവള് പോയിക്കണേ. ആണോ? എവിടെ? നിങ്ങളെ വീട്ടിൽ പോയോ? അതെ, വീട്ടിൽ പോയി. അങ്ങനെ. പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ മക്കൾക്ക്? ആ ഡ്രസ് എടുത്തു. ആ ഇത്താക്ക് എടുത്തോ? എടുത്തു. എല്ലാവർക്കും എടുത്തു. അപ്പൊ പെരുന്നാളിനൊക്കെ ഒരുങ്ങി നിൽക്കാണ്. അപ്പൊ ഞാനേ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. 20 വർഷം അമീറായും 20 വർഷം ഖലീഫയായും ജീവിച്ച സ്വഹാബി ആരാണ്? ഓപ്ഷൻസ് ഇതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ നാമം ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട സൂറത്ത് ഏത്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്ത് അൽ ബഖറ, സൂറത്ത് അൽ അഅ്റാഫ്, സൂറത്തുൽ മറിയം. സൂറത്തുൽ മറിയം ശരിയായ ഉത്തരം അല്ല. ശരിയായ ഉത്തരം അൽ അഅ്റാഫ് സൂറത്തായിരുന്നു. അതുപോലെ 21 പ്രാവശ്യമാണ് മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇനിയും വിളിക്കണം. അടുത്തതിൽ നമുക്ക് പ്രൈസ് അടിച്ചിട്ട് പോവാം. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജംഷീന. അതെ. ജംഷീന എവിടുന്നാ വിളിക്കുന്നേ? കൂരാട്. നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ഇടക്കൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതില് പ്രൈസ് കിട്ടട്ടെ. വീട്ടിൽ ആരൊക്കെ ഉള്ളേ? വീട്ടിലിപ്പോ ഞാനും 2 മക്കളുണ്ട്. 2 മക്കള്. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കാണോ? വലിയ കുട്ടികളാ? അവര് പഠിക്കാണ്. ഒരാള് 4ലും ഒരാള് UKG-യിലും. മക്കൾക്കൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? എടുക്കാൻ പോയിട്ടില്ലേ? ഇല്ല. ഇപ്പൊ തന്നെ പോയാ പെട്ടെന്ന് കിട്ടും. ലാസ്റ്റ് ഒക്കെ ആവുമ്പോ നല്ല തിരക്കാവും. ശരിയാ. നോമ്പൊക്കെ നോറ്റ് പോകണല്ലേ? നോമ്പ് തുറന്നിട്ട് വൈകുന്നേരം പോവാല്ലേ? അങ്ങനെ പോവാ. ഇത്തന്നെ എന്താ നോമ്പ് തുറക്കാൻ സ്പെഷ്യലൊക്കെ? ഇന്ന് അടുത്ത വീട്ടില് തുറവുണ്ട്. അപ്പൊ അവിടേക്ക് പോവാണ്. ഉഷാറായല്ലോ. അപ്പൊ ഇന്ന് അവിടെ അടുക്കള ഫ്രീ ആണ്. അപ്പൊ ഇന്ന് തുറവിയൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ ആവും. അടിപൊളിയായിട്ട് തുറക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്.
ഒരു ദിവസം സത്യവിശ്വാസി എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്? അതെ. 17. ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആരെങ്കിലും പറഞ്ഞു തന്നോ? അത് നിങ്ങളിങ്ങനെ അവിടെ വിരലിൽ കൂട്ടണ വെച്ച കേട്ടു. ആണല്ലേ? എന്തായാലും ശരിയാണ്, ഉത്തരം ശരിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാ. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. അതിൽ 3 ചോയ്സ് ആണ് നമുക്കുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ഹിജ്റ വർഷം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഹിജ്റ 33, 44, 55. എങ്ങനെ? 33, 44, 55. എന്താ പെട്ടെന്ന് ഉത്തരം പറയോ? ഹിജ്റ 33 തെറ്റിപ്പോയി. ഹിജ്റ 44 എന്നാ ശരിയായ ഉത്തരം. സാരല്ല, ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജാസ്മിൻ പുള്ളിയിൽ. പുള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖാണ്, അൽഹംദുലില്ലാ. അല്ലേ? നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ഇതിന് മുന്നേ വിളിച്ച് പ്രൈസ് അടിച്ചതാ? കിട്ടിയിട്ടില്ല. കോള് കിട്ടിയിട്ടില്ല എന്നാണോ? പ്രൈസ് കിട്ടിയിട്ടില്ല എന്നാ? അങ്ങനെ. വീട്ടിൽ ആരൊക്കെ ഉള്ളതാ? എങ്ങനെയാണ് എടുത്താ നോമ്പൊക്കെ? എങ്ങനെ പോകുന്നു? കഴിയാനായി. പെരുന്നാളൊക്കെ ആയി തുടങ്ങിയല്ലേ? പെരുന്നാളിന് എന്താ ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തോ? അപ്പൊ എല്ലാം സെറ്റാണ്. ഇനി പെരുന്നാളായാ മതി. എവിടെ പെരുന്നാളിന് പുറത്തൊക്കെ പോകണ്ടോ? ടൂറൊക്കെ പോകണ്ടോ? അതോ ഉമ്മാന്റെ വീട്ടിൽ, നിങ്ങളെ വീട്ടിൽ പോവാവൂല്ലേ? വിരുന്ന് നിക്കാവും. എങ്ങനെ? ആണല്ലേ? ഈ ചൂടത്തൊക്കെ എങ്ങോട്ട് പോവാനല്ലേ? വീട്ടിലൊക്കെ പോയി എല്ലാരും കൂടി ഇരുന്ന് പെരുന്നാളൊക്കെ ആഘോഷിക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെന്നാ. ചോദ്യം ഇതാണ്: സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം.
യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം. എന്താ പറഞ്ഞ? യൂനുസോ? ആ യൂനുസ് നബി അലൈഹിസ്സലാം തെറ്റായ ഉത്തരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്നാണ് ശരിയായ ഉത്തരം. ആ അതെ അതെ. സാറിൽ എത്തായി വിളിക്കണം കേട്ടോ. ഓക്കെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കേൾക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജൽസിയാണ്. ജെൻസിയ. ആ ജൽസിയ. ജെൻസിയ കറക്റ്റ് അല്ലേ? ആ ജെൻസിയ ഇത് എവിടുന്നാ വിളിക്കുന്നേ? വെട്ടിക്കാട്ടിൽ. വെട്ടിക്കാട്ടിൽ. ആ ഇതാ നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആ കാണാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. എന്തൊക്കെയാ വീട്ടിലത്തെ വിശേഷമൊക്കെ? ആരൊക്കെയാ അവിടെ ഉള്ളേ? എന്താ കുഴപ്പമൊന്നുമില്ല. എനിക്ക് 2 മക്കളാണ്. സുഖാണ്, അൽഹംദുലില്ലാ. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കള് പഠിക്കാൻ 2ാം ക്ലാസ്സിലാണ്. ആ ഒന്നിന് 4 വയസ്സാണ് ചെറുതിന്. ആ ചെറിയൊരു കുട്ടിയുണ്ട്. ആ എല്ലാവർക്കും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല, എടുക്കണം. ആ സമയമുണ്ടല്ലോ അല്ലേ? ആ എന്തൊക്കെയാ എന്നിട്ട് വേറെ വിശേഷമൊക്കെ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ എന്താ അങ്ങനെ പോകുന്നു. നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. അപ്പൊ അത് അവസാനത്തെ 10ഒക്കെയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മളെ നോമ്പൊക്കെ നമ്മൾ അടുത്തുനിന്ന് വിട പറഞ്ഞു പോവാണ്. എന്താ എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു? നോമ്പൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് പോയോ? അതോ നോമ്പൊക്കെ വിട പറഞ്ഞു പോണതിന്റെ സങ്കടത്തിലാണോ? ചൂടല്ലേ. ഇനി അടുത്ത വർഷം വരണം നമുക്ക് നോമ്പ് വരാൻ അല്ലേ? ചൂടൊരു പ്രശ്നമായോ നോമ്പ് എടുക്കാനൊക്കെ? പഠിച്ചോൻ ചില സമയത്ത് നമ്മളെ പരീക്ഷിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിലൊക്കെ വിജയിച്ചാൽ നമുക്ക് തന്നെ അല്ലേ പുണ്യം? അതെ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ഈജിപ്തിന്റെ ഭരണാധികാരിയായ പ്രവാചകൻ ആരാണ്? ആ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ ഭരണാധികാരിയായ പ്രവാചകൻ ആരാണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈജിപ്തിലെ ഒരുപാട് കഥകൾ. എങ്ങനെ? ഓപ്ഷൻസ് ഈസാ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം എന്നാണോ പറഞ്ഞേ? യൂസുഫ് നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണ് ഉള്ളത്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? നബി ചരിത്രാണോ? ചോദ്യം ഇതാണ്: എവിടെ വെച്ചാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്? ഹിജ്റ വർഷം എത്ര? അതുകൂടി പറയണേ. എവിടെ വെച്ച് വിവാഹം കഴിച്ചു എന്നും എത്രാമത്തെ വർഷം, ഹിജ്റ എത്രാം വർഷമാണ് വിവാഹം കഴിച്ചത് എന്നും 2 ഉത്തരങ്ങൾ പറയണം. ഓപ്ഷൻ ഉണ്ട്. മക്ക, മദീന, കൂബ. കൗബ അല്ലേ? കൂബ അങ്ങനെ സ്ഥലമുണ്ട്. ഹലോ ഓപ്ഷൻസ് പറയട്ടെ. ആദ്യം ഞാൻ ഓപ്ഷൻ പറയുന്നത് എവിടെ വെച്ച് വിവാഹം കഴിച്ചു എന്നതിന്റെയാണ്. അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം അടുത്ത ഓപ്ഷൻസ് തരാം. ആദ്യത്തെ ഓപ്ഷൻ എവിടെ വെച്ചാണ് വിവാഹം കഴിച്ചത് എന്നുള്ളതിന്റെ ഓപ്ഷനാണ്. അതിനാണ് ആദ്യം ഉത്തരം പറയേണ്ടത്. പിന്നെ എത്രാമത്തെ വർഷം എന്നുള്ളത് പറഞ്ഞാൽ മതി.
മനസ്സിലായില്ല? ഹലോ. ആ, അപ്പോൾ എവിടെ വെച്ച് വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ ഓപ്ഷൻ മക്ക, മദീന, ഖുബ. ഇതിലേതാ ഉത്തരം? ക്വസ്റ്റ്യൻ ആണോ? എവിടെ വെച്ചാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്? ഹിജ്റ വർഷമേത്? ഓപ്ഷൻസ് മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ച്, ഖൂബയിൽ വെച്ച്. ഖൂബയിൽ വെച്ച് എന്നാണ് ആദ്യത്തെ പറഞ്ഞത്. ഇനി എത്രാമത്തെ വർഷം? ഹിജ്റ വർഷം ഏതാ? ഹിജ്റ വർഷം 2, 3, 4 ഇതാണ് ഓപ്ഷൻസ്. ഹിജ്റ വർഷം 2. ഉത്തരം തെറ്റാണ്. ഖൂബയിൽ വെച്ച് എന്നുള്ള ഉത്തരം തെറ്റാണ്. മദീനയിൽ വെച്ചാണ് വിവാഹം കഴിച്ചത്. ഹിജ്റ 3-ാം വർഷം. വീണ്ടും വിളിക്കാട്ടോ. അസ്സലാമു അലൈക്കും. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെയും അവൻ്റെ പാശത്തെ മുറുകെ പിടിച്ചും കണ്ടതും കേട്ടതും പുലമ്പാതെയും ചോദ്യം ചെയ്യാതെയും ധനം അനാവശ്യമായി നഷ്ടപ്പെടുത്താതെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്വിസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വീണ്ടും കാണാം. മഅസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.